നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ SBTക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചിതറയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഇരുതലമൂരി തെരുവിലിറങ്ങി ഇരപിടിക്കുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. പരാധീനതകൾക്ക് നടുവിലായ അങ്കണവാടിക്ക് ഭീഷണിയായി പടുകൂറ്റൻ വൃക്ഷവും. ഭീതിയുടെ നിഴലിലാണ് വിളക്കുപാറ ദർഭപ്പണയിലെ അങ്കണവാടി. പനച്ചവിളയിൽ സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പഞ്ചായത്ത് ഹിയറിംഗ് മീറ്റിംഗിൽ ശക്തമായ പ്രതിഷേധം. അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന അലയമൺ മോഡൽ നല്ല ശ്വാസം പരിപാടി വെള്ളിയാഴ്ച നടക്കും. വാവ സുരേഷ് 73ാമത്തെ രാജവെമ്പാലയെ ഇടപ്പാളയത്തു നിന്നും പിടികൂടി. വാർത്തകൾ വിശദമായി. അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന അലയമൺ മോഡൽ നല്ല ശ്വാസം പരിപാടി വെള്ളിയാഴ്ച നടക്കും. അലയമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അലയമൺ മോഡൽ നല്ല ശ്വാസം പരിപാടി വെള്ളിയാഴ്ച മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി കെ ബാബു പറഞ്ഞു. അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും അലയമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ PHC തലത്തിൽ ഭാരതത്തിൽ ആദ്യമായി ശ്വാസകോശ ആരോഗ്യ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് കണ്ണങ്കോട് MTHS UP സ്കൂളിൽ വെച്ച് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജുമൈലത്ത് ഷാജഹാനാണ്. ഈ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ ആദ്യമായി ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്യുകയും അതിൻ്റെ നടത്തുവാനുള്ള ആരംഭഘട്ടം കേരള സംസ്ഥാനത്ത് ലഭിക്കുകയും കേരള സംസ്ഥാനത്തിൽ അത് കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കുകയും അത് കൊല്ലം ജില്ലയിൽ നിന്ന് അലയമൺ അഞ്ചൽ ബ്ലോക്കിൻ്റെ കീഴിലുള്ള അലയമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതൊരു ബൃഹത്തായ പദ്ധതിയാണ്. ഭാവിയിലെ ശ്വാസകോശ സംബന്ധിച്ചുള്ള രോഗികൾക്ക് പ്രാഥമിക ആരോഗ്യങ്ങളിൽ ചികിത്സ ലഭിക്കത്തക്കോണമുള്ള ഒരു നൂതന സംവിധാനമാണ് നാളെ നടക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ വ്യക്തികളുടെയും സഹായം ഞങ്ങളോടുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചോളൂ. പരിപാടിയിൽ ഡോക്ടർ അരുൺ ജൂഡ് അൽഫോൺസിന്റെ നേതൃത്വത്തിൽ മെഗാ നെഞ്ചുരോഗ നിർണയവും ചികിത്സാ ക്യാമ്പും നടക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ SBTക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക സംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അഞ്ചൽ ബ്രാഞ്ചിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ നടന്ന ധർണ KSKTU അഞ്ചൽ ഏരിയ സെക്രട്ടറി VS സതീശൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ പ്രൈമറി സെക്ടറിനെയാണ് ഉപജീവന മേഖലയായി അവർ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപജീവന മേഖലയായി കാർഷിക മേഖലയെ കണ്ടിരിക്കുന്നത് രാജ്യത്താണ്. ഒരു പിടി വരുന്ന സമ്പന്നരായ ബഹിരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പത്തും ഖനനാവും തീരെഴുതുന്നതിന് വേണ്ടിയും അവർക്കത് തുറന്നുപെടുത്തുന്നതിനും ഒരു പ്രയാസവും കാണിക്കാത്ത നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൃഷിക്കാരനെ കൂടുതൽ കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും ദുരിതഭൂമിയിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. പനയഞ്ചേരി ബാബു, രഘു തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പനച്ചവിളയിൽ സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പഞ്ചായത്ത് ഹിയറിംഗ് മീറ്റിംഗിൽ ശക്തമായ പ്രതിഷേധം.
സ്വകാര്യ കമ്പനിയായ ഇൻഡസ് ആണ് പനച്ചുവിള വൃന്ദാവനം മുക്കിന് സമീപത്തെ ജനവാസ മേഖലയിൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ടവർ സ്ഥാപിക്കാനുള്ള സ്വകാര്യ കമ്പനിയുടെ ശ്രമത്തിനെതിരെ മുൻപ് തന്നെ പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. 3 വശവും വീടുകൾ തിങ്ങി നിൽക്കുന്ന ഇടത്താണ് ടവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് പരാതികൾ കേൾക്കാനായി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗ് മീറ്റിംഗ് ചേർന്നു. ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെ ശക്തമായി തടയുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒരു വീടിൻ്റെ മിറ്റം വരെ ഈ വസ്തു നിൽക്കുക. മിറ്റം എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്റർ വീട്. റൈറ്റ് സൈഡിൽ അതുപോലെ ലെഫ്റ്റും റൈറ്റും ബാക്കും. അപ്പോൾ ഫ്രണ്ടിലും ഇപ്പോൾ വീടാവും. അവിടെ 10 സെൻറ്റ് കൊടുത്തപ്പോൾ അത് ഈ വീട് വയ്ക്കാൻ തന്നെ മേടിച്ചിരുന്നത്. അപ്പോൾ ഇത് 4 വശവും വീടിൻ്റെ നടുക്കൊരു ടവർ കൊണ്ട് വെച്ചാൽ അവർക്ക് എത്രയോ സ്ഥലങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ജനവാസ കേന്ദ്രം അല്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ടവറിൻ്റെ ഉയരം കൂട്ടണം എന്നുള്ളതേ ഉള്ളൂ. അത് കൂട്ടി അത് ചെയ്തോട്ടെ. വിവിധ വകുപ്പുകൾക്ക് സംഭവം ചൂണ്ടിക്കാട്ടി പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. എന്നാൽ പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇൻഡസ് കമ്പനിയുടെ നിലപാട്. ഇൻഡസ് കമ്പനിയുടെ പ്രതിനിധികളായ മനോജ്, അൻസർ എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തു. ടവർ ഏതു വിധേനയും സ്ഥാപിക്കുമെന്ന സ്വകാര്യ കമ്പനിയുടെ നിലപാടിനെ തുടർന്ന് മീറ്റിംഗിൽ വാക്കുതർക്കം കയ്യാങ്കളിയുടെ വക്കോളമെത്തി. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ, വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. പ്രതാപചന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. മീറ്റിംഗിൽ ഉയർന്ന പരാതികൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പരാധീനതകൾക്ക് നടുവിലായ അംഗനവാടിക്ക് ഭീഷണിയായി പടുകൂറ്റൻ വൃക്ഷവും. ഭീതിയുടെ നിഴലിലാണ് വിളക്കുപാറ ദർഭപ്പണയിലെ അംഗനവാടി. 15ഓളം കുട്ടികൾ പഠിക്കുന്ന വിളക്കുപാറ ദർഭപ്പണയിലെ 108-ാം നമ്പർ അങ്കണവാടിക്ക് സമീപത്തായാണ് വൻവൃക്ഷം അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്നത്. അടിഭാഗം ദ്രവിച്ച നിലയിൽ നിൽക്കുന്ന കൂറ്റൻ വൃക്ഷം ഏത് സമയവും നിലംപതിക്കാമെന്ന അവസ്ഥയിലുമാണ്. ഭീതിയോടെയാണ് കുട്ടികൾ ഇവിടെ എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 10-15ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണിത്. ഇതിനകത്ത് ഈ മരം ഇവിടെ നിൽക്കുന്നത് ഒരു വലിയ ഭീഷണി ആയതുകൊണ്ട് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തന്നെ വിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ എല്ലാവരും വിടുന്ന കുട്ടികളെ പോലും വിടാൻ വിസമ്മതിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഏത് തരത്തിലായാലും ഈ മരം മുറിക്കുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം. ഈ അവസ്ഥ കാരണം കൊച്ചുങ്ങളെ പോലും ഇവിടെ വിടാൻ പേടിയാണ്. പിന്നെ വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിടുകയാണ്. ഇത് എങ്ങനെയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാവണം. ഇത് മുറിച്ച് മാറ്റാനോ അല്ലെങ്കിൽ കൊപ്പിറക്കാനോ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഈ ഏരിയയിലുള്ള കുട്ടികളെല്ലാം ഈ അംഗൻവാടിയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ മരം ആണ് ഏറ്റവും വലിയ ഭീഷണി. ഇതിനെക്കുറിച്ച് നേരത്തെ ആളുകളൊക്കെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്കണവാടിക്ക് വൈദ്യുതിയോ ചുറ്റുമതിലോ കിണറോ ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന അങ്കണവാടിയുടെ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അംഗൻവാടിയിൽ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തി തന്നിട്ടില്ല. പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന മരം നമ്മളെ രക്ഷിതാക്കൾക്ക് തന്നെ ഈ കുട്ടികളെ വിടാൻ ഇവിടെ ഭയമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ചെറിയൊരു ഇടവേള.
പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആരാധകർ അഞ്ചൽ അർപ്പിത ആശ്രയ കേന്ദ്രത്തിൽ അന്നദാനവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യയുടെ 40ാം പിറന്നാളിനോടനുബന്ധിച്ച് സൂര്യ ഗ്രൂപ്പ് ഓഫ് കേരള അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനയഞ്ചേരി അർപ്പിത ആശ്രയ കേന്ദ്രത്തിൽ അന്നദാനവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം സൂര്യ ഫാൻസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സഫീർ കൊല്ലം ഉദ്ഘാടനം ചെയ്തു. അർപ്പിത ആശ്രയ കേന്ദ്രം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം ARM സന്തോഷ്, സൂര്യ ഗ്രൂപ്പ് ഓഫ് കേരള അഞ്ചൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് S ഷെലിൻ, സെക്രട്ടറി ജുനൈദ് ജവാദ്, ട്രഷറർ ആനന്ദൻ, ജോയിന്റ് സെക്രട്ടറി അമൽ അശോക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. ചിതറ കോത്തല ശ്രീകൃഷ്ണയിൽ പ്രസന്നൻ 54 വയസ്സ്, ഭാര്യ ശൈല 43 വയസ്സ്, മകൻ ഗോപികൃഷ്ണൻ 20 വയസ്സ് എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രസന്നൻ, ശൈല എന്നിവർ തൂങ്ങി നിൽക്കുന്ന നിലയിലും ഗോപികൃഷ്ണൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു. വീട്ടിൽ നിന്നും മരണപ്പെട്ട പ്രസന്നന്റെ ഡയറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പോലീസിന് കൈമാറി. കടക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ദാസ്, സബ് ഇൻസ്പെക്ടർ സുമേഷ് ലാൽ എന്നിവർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മൃതദേഹങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഇരുതലമൂരി തെരുവിലിറങ്ങി ഇരപിടിക്കുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. തെന്മല കുളത്തൂപ്പുഴ പാതയിൽ പള്ളാമ്പെട്ടി ശിവക്ഷേത്രത്തിന് സമീപത്തായി ഷിജാദ വളവിലാണ് നടറോഡിൽ ഇരുതലമൂരി എത്തിയത്. വലിയ പന്നിയിരയെ ഭക്ഷണമാക്കാനാണ് ഇരുതലമൂരിയുടെ ജീവൻ പണയം വെച്ച് നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ. അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഇരുതലമൂരിയെ കള്ളക്കടത്ത് സംഘങ്ങൾ ലക്ഷങ്ങളാണ് വിലയിട്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നു പോകുന്ന റോഡാണെന്ന ഭാവമൊന്നുമില്ലാതെയാണ് ഇരുതലമൂരി തൻ്റെ ഭക്ഷണം അകത്താക്കിയത്. ഇരുതലമൂരിയെ കാണാനായി നിരവധി പേരും റോഡിൽ തടിച്ചുകൂടി. തലയും വാലും ഒരേ രൂപത്തിലുള്ള ഇഴജന്തു ആയതിനാൽ തല കണ്ടെത്തുക പ്രയാസമാണ്. ഇതിനാലാണ് ഇരുതലമൂരി എന്ന പേര് ലഭിച്ചത്. ഇരയെ ഭക്ഷണമാക്കി വിശപ്പകറ്റി ഇരുതലമൂരി റോഡിൽ നിന്നും കാട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ന്യൂസ് ബ്യൂറോ, തെന്മല. ADV ന്യൂസിൽ ചെറിയൊരു ഇടവേള.
100% 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. വാർത്തകൾ തുടരുന്നു. വാവ സുരേഷ് 73ാമത്തെ രാജവെമ്പാലയെ ഇടപ്പാളയത്ത് നിന്നും പിടികൂടി. പരിസ്ഥിതി പ്രേമിയും പാമ്പ് പിടുത്തക്കാരനുമായ വാവ സുരേഷ് 73ാമത്തെ രാജവെമ്പാലയെ ആര്യങ്കാവിന് സമീപത്തെ ഇടപ്പാളയത്ത് നിന്നും ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ പിടികൂടി. ഇടപ്പാളയം കൊല്ലംപറമ്പിൽ KC ജോസഫിന്റെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന പുരയുടെ വാരിയിൽ ചേരയെ പിടിക്കാനായി കടന്നുകൂടിയ ബഹളത്തിനിടെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽ രാജവെമ്പാലപ്പെട്ടത്. തുടർന്ന് വനപാലകരെ വിവരമറിയിക്കുകയും അധികൃതർ വാവ സുരേഷിന്റെ സേവനം തേടുകയുമായിരുന്നു. 13 അടി നീളവും 4 വയസ്സ് പ്രായവും വരുന്ന പെൺ രാജവെമ്പാലയാണ് പിടിയിലായത്. ഇതിനെ വൈകിട്ട് ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ വിട്ടു. വന്യജീവികളിൽ ഷെഡ്യൂൾ 1-ൽപ്പെട്ട രാജവെമ്പാലയെ കഴുതുരുട്ടി ആനച്ചാൽ പാലത്തിന് സമീപം കഴിഞ്ഞയാഴ്ച ഒഴുകിയെത്തിയത് വനപാലകർ നേരിട്ട് കമ്പിയും കയറും ഉപയോഗിച്ച് അശാസ്ത്രീയമായി പിടികൂടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പാമ്പ് 2ആയി മുറിഞ്ഞ് ചത്തുപോവുകയും തുടർന്ന് രഹസ്യമായി കുഴിച്ചിട്ടുമെന്ന സംഭവം വിവാദമായിരുന്നു. സംഭവം ഉന്നതതല സംഘം അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് രണ്ടാമതും ഇതേ വനമേഖലയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ വീണ്ടും രാജവെമ്പാല എത്തിയത്. ഇത്തവണ വനപാലകർ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ വാവ സുരേഷിന്റെ സേവനം തേടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിതറയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഇരുതലമൂരി തെരുവിലിറങ്ങി ഇരപിടിക്കുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. പരാധീനതകൾക്ക് നടുവിലായ അങ്കണവാടിക്ക് ഭീഷണിയായി പടുകൂറ്റൻ വൃക്ഷവും. ഭീതിയുടെ നിഴലിലാണ് വിളക്കുപാറ ദർഭപ്പണയിലെ അങ്കണവാടി. പനച്ചവിളയിൽ സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പഞ്ചായത്ത് ഹിയറിംഗ് മീറ്റിംഗിൽ ശക്തമായ പ്രതിഷേധം. അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന അലയമൺ മോഡൽ നല്ല ശ്വാസം പരിപാടി വെള്ളിയാഴ്ച നടക്കും. വാവ സുരേഷ് 73ാമത്തെ രാജവെമ്പാലയെ ഇടപ്പാളയത്ത് നിന്നും പിടികൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.